ഇടത് സർക്കാരിന്റെ മുസ്ലിം പ്രകടനത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. ഇടത് വലത് മുന്നണികളുടെ ന്യൂനപക്ഷ പ്രകടനത്തെയും വെള്ളാപ്പള്ളി ശക്തമായി വിമർശിച്ചു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോട്ടയത്ത് വലിയ രീതിയിൽ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സമീപനം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടായി. മലപ്പുറത്തെ പ്രസംഗത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ വളരെ കൃത്യമായി കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യം കോട്ടയത്ത് തുറന്നുകാട്ടുകയായിരുന്നു. ഇന്ന് ആദ്യം പള്ളുരുത്തിയിൽ നടന്ന സമ്മേളനം, സർക്കാരിനെ കണക്കറ്റ് വിമർശിക്കുന്ന നടപടി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഒരിക്കൽ കൂടി ഉന്നയിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വാക്കുകളെ, രാഷ്ട്രീയമായ ഈ സത്യത്തെ കാണാതിരിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് കഴിയുമോ? തീർച്ചയായും വലിയ രീതിയിലുള്ള കൃത്യമായി ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗം, ഒരു വിഷയം എടുത്തു അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. താൻ ഒരു സാമുദായിക നേതാവാണ്, സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, സമുദായത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിലെങ്കിലും താൻ ഈ കാര്യങ്ങൾ തുറന്നു പറയണം, ഇല്ല എങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്ന ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾ അത് കൃത്യമായി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് കൊച്ചിയിലും ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തൻ്റെ വിമർശനത്തെ ഏതു രീതിയിൽ തിരിച്ചു വിമർശിച്ചാലും അതിനെ തടയാൻ ശ്രമിച്ചാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അതിൽ തയ്യാറല്ല. താൻ എടുത്ത നിലപാട് അത് ഉറച്ചു തന്നെ നിൽക്കും, അതുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വിഭാഗത്തിലുള്ള മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടി സർക്കാർ മുട്ടുമടക്കുകയാണ്. ആ ആരോപണങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം കാര്യമായ ഒരു പ്രതികരണവും ഇന്ന് നടത്തിയില്ല എങ്കിൽ പോലും വൈകിട്ട് CPMന്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രചരണത്തെ അല്ലെങ്കിൽ ഈ ഒരു വാക്കുകളെ തള്ളുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായ വിമർശനങ്ങളുമായി VD സതീശന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് ഹൈബി ഈഡനും K ബാബുവും കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളാണ് വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു വലിയ പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ VN വാസവനും ഇന്ന് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഉണ്ടായിരുന്നു. ആ VN വാസവനും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്തില്ല എങ്കിൽ പോലും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു ചർച്ചയായി തന്നെ ഈ വിഷയം മാറുകയാണ്. എന്തായാലും വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറഞ്ഞത് താൻ കൃത്യമായ ബോധ്യത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞത്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തൻ്റെ തീരുമാനം. അതിന് എത്ര കോലം കത്തിച്ചാലും, എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും, എത്ര വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും താൻ എടുത്ത നിലപാടിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് ഇന്ന് 2 പ്രസംഗങ്ങളിലും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. നീലിമ, ശരി, അതിരൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ, മുന്നണിക്കെതിരെ ഉന്നയിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.